ഗോവിന്ദൻകുട്ടി മേനോൻ. പറയാം. ഒന്നാമത്, ഈശ്വരൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈശ്വരൻ ഉണ്ടെന്ന് ഇതുവരെ ജഗത്തിൽ കാണപ്പെട്ട വ്യാപാരങ്ങളാൽ വിശ്വസിപ്പാനോ ഊഹിപ്പാനോ പാടില്ലെന്ന് മാത്രമാണ്. യൂറോപ്പിലുള്ള ശാസ്ത്രവിദഗ്ധന്മാരായ അനേകം മഹാപുരുഷന്മാർ ഈ സംഗതിയെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ച് എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ ചിലരുടെ അഭിപ്രായങ്ങളിൽ മുഴുവനുമായി ഞാൻ യോജിക്കുന്നില്ലെങ്കിലും മറ്റു ചിലരുടെ അഭിപ്രായങ്ങളിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഈ സംഗതിയിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ അതിബുദ്ധിമാനായ ചാർലസ് ബ്രാഡ്ല എന്ന സായിവ് ഈയിടെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എനിക്ക് വളരെ ബോധ്യമായത്. ഇതിൽ പല ബുദ്ധിമാന്മാരായ ആളുകൾ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളിൽ നിന്നും മറ്റും ഓരോ അഭിപ്രായങ്ങളും വിവരങ്ങളും വളരെ യുക്തിയോടെ എടുത്തു ചേർത്തിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ തോൽപ്പെട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ മലയാളത്തിൽ തർജ്ജമയായി വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ജ്യേഷ്ഠന് എൻ്റെ അഭിപ്രായം ശരിയെന്ന് ബോധ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ. നീ എന്തു പറഞ്ഞാലും ഏത് ബുക്ക് വായിച്ചാലും ഞാൻ ഈ ജന്മം ഈശ്വരൻ ഇല്ലെന്ന് വിചാരിക്കയില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ. ഞാൻ എന്തു പറഞ്ഞാലും ഏത് ബുക്ക് വായിച്ചാലും ജ്യേഷ്ഠൻ നിരീശ്വര മതത്തെ കൈക്കൊള്ളണ്ട. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന സംഗതികൾ നല്ല സംഗതികളാകയാൽ അത് സമ്മതിക്കുമോ? ഗോവിന്ദപ്പണിക്കർ. പറഞ്ഞു കേൾക്കട്ടെ. ഗോവിന്ദൻകുട്ടി മേനോൻ. സിദ്ധാന്തമായി അഭിപ്രായപ്പെടരുത്. സംഗതികളുടെ ഗുണദോഷങ്ങൾ ആലോചിക്കണം. എന്നാൽ ഞാൻ പറയാം. ഗോവിന്ദപ്പണിക്കർ. പറയൂ, കേൾക്കട്ടെ. ഗോവിന്ദൻകുട്ടി മേനവൻ ബ്രാഡ്ലാവിൻ്റെ ബുക്ക് തോൽപ്പെട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ചെറിയ ഒരു മെഴുതിരി വിളക്കു കത്തിച്ച് അടുക്കി വെച്ച് കുറേ കടലാസുകൾ നോക്കി. എന്നിട്ട് ഗോവിന്ദൻകുട്ടി മേനവൻ. ഈ പുസ്തകത്തിൽ ഓരോ ദിക്ക് വായിച്ചു പറയുന്നതിന് മുമ്പ് എന്താണ് നിരീശ്വര മതക്കാരുടെ സിദ്ധാന്തം എന്ന് ആകപ്പാടെ ജ്യേഷ്ഠനോട് ഒന്ന് പറയാം. അവരുടെ അഭിപ്രായം ഈ ജഗത്ത് മുഴുവനും കാര്യകാരണ സംബന്ധ ന്യായേന പദാർത്ഥങ്ങളുടെ സ്വാഭാവികമായ വികാരങ്ങളാലും ചേഷ്ടകളാലും അന്യോന്യ സംശ്രയങ്ങളാലും സംശ്രയാഭാവങ്ങളാലും അനവധിയായ കാലം കൊണ്ട് ക്രമേണ താനെ ഉണ്ടായി വന്നതാണെന്നാകുന്നു. സർവപദാർത്ഥങ്ങൾക്കും ആദ്യ കാരണങ്ങളായി പൃഥിവ്യപ്തേജോ വായു ആകാശങ്ങളെയോ അതുകളുടെ ഏതെങ്കിലും ഭാഗങ്ങളെയോ സംഗ്രഹിച്ച് അതുകളിൽ നിന്ന് ക്രമേണ അതുകളുടെ അന്യോന്യ സംശ്രയങ്ങളിലും സംശ്രയാഭാവങ്ങളിലും മറ്റു പദാർത്ഥങ്ങളെ ഗ്രഹിച്ച് ഇപ്രകാരം ക്രമേണ അനന്തകോടി പദാർത്ഥങ്ങളുടെ ഉത്ഭവങ്ങളെ അനുമാനിക്കുകയും ഗുണിക്കുകയും ചെയ്യുന്നു. ഇതിന് അതിയുക്തിയുള്ള കാരണങ്ങളെയും കാണിക്കുന്നു. ഈശ്വരൻ ഉണ്ടെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആരാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് കാണിപ്പാൻ ലക്ഷം സംഗതികൾ അവർ കാണിക്കുന്നു. അതതിൻ്റെ സ്വഭാവത്തെ വിട്ട് ഒരു പദാർത്ഥവും ഒരിക്കലും ലോകത്തിൽ കാണുന്നില്ല. ഹിന്ദുക്കളോ ബുദ്ധന്മാരോ മുഹമ്മദീയരോ ക്രിസ്ത്യാനികളോ മറ്റ് ഏതുവിധ മതക്കാരോ അവരുടെ വേദങ്ങൾ പ്രകാരം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒന്നും തന്നെ വാസ്തവത്തിൽ ബുദ്ധിമാന്മാരായ മനുഷ്യർക്ക് ഒത്തുകാണുന്നതുമില്ല. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ പുസ്തകകർത്താവ് ബ്രാഡ്ല സായിവ് അദ്ദേഹത്തിൻ്റെ സ്വജാതി മതത്തെപ്പറ്റി തന്നെ വളരെ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദപ്പണിക്കർ. എന്താണ്, സ്വന്തവേദവും കളവാണെന്നാണോ? ഗോവിന്ദൻകുട്ടി മേനോൻ. ക്രിസ്ത്യാനി വേദത്തിൽ ജഗൽ സൃഷ്ടി ചെയ്ത ക്രമത്തെയും സ്വഭാവത്തെയും കുറിച്ച് പറഞ്ഞത് മുഴുവനും യുക്തിഭംഗമായ വിധത്തിലാണെന്നും ഇപ്പോൾ മനുഷ്യന് കിട്ടിയിട്ടുള്ള അറിവുകൾ പ്രകാരം നോക്കുമ്പോൾ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞ സൃഷ്ടിക്രമം അശേഷം വിശ്വസിപ്പാൻ പാടില്ലാത്തതാണെന്നും ആകുന്നു ബ്രാഡ്ലാവിൻ്റെ അഭിപ്രായം. ഗോവിന്ദപ്പണിക്കർ. ഈ സായിവ് മഹാപാപിയാണ്. ഗോവിന്ദൻകുട്ടി മേനോൻ. ആയിരിക്കാം, എന്നാൽ മഹാബുദ്ധിമാൻ കൂടിയാണ്. ഗോവിന്ദപ്പണിക്കർ. ദൈവമില്ലെന്ന് പറയുന്നത് കൊണ്ട് മഹാബുദ്ധിമാൻ അല്ലേ? ഗോവിന്ദൻകുട്ടി മേനോൻ.
ദൈവമുണ്ടെന്ന് വിശ്വസിപ്പാൻ പാടില്ലെന്നുള്ളതിന് അദ്ദേഹം പറയുന്ന സംഗതികളെ വായിച്ചാൽ അദ്ദേഹം അതിബുദ്ധിമാനാണെന്ന് ബുദ്ധിയുള്ളവർ എല്ലാവരും പറയും. ഗോവിന്ദ പണിക്കർ: ദൈവമില്ലെന്ന് വരുത്തേണ്ടത് ഈ ലോകത്തിലേക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഈ ബുദ്ധിമാൻ സാഹിബ് ഇതിൽ ഇത്ര ബുദ്ധി കാണിച്ചതായിരിക്കും അല്ലേ? ഗോവിന്ദൻകുട്ടി മേനവൻ: ഈ ലോകത്തിൽ കളവായോ തെറ്റായോ മനുഷ്യർക്ക് സാധാരണ ഓരോ സംഗതികളിൽ ഉണ്ടാവുന്ന അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും വിചാരങ്ങളും തങ്ങൾക്ക് കഴിയുന്നിടത്തോളം ബുദ്ധിമാന്മാരായ ആളുകൾ ഇല്ലായ്മ ചെയ്യുവാനും ശരിയായ അറിവുകൾ കൊടുപ്പാനും എല്ലായ്പ്പോഴും ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോവിന്ദ പണിക്കർ: ബുദ്ധിമാന്മാരുടെ ഇപ്പോഴത്തെ അറിവോ പണ്ടത്തെ അറിവോ ശരിയായിട്ടുള്ളത് എന്ന് നിശ്ചയം വന്നുവോ? ഗോവിന്ദൻകുട്ടി മേനോൻ: അതിനാണ് ഇപ്പോൾ ബുദ്ധിമാന്മാരായുള്ളവർ പറയുന്ന സംഗതികൾ ആലോചിക്കണമെന്ന് പറയുന്നത്. ഗോവിന്ദ പണിക്കർ: എന്നാൽ പറഞ്ഞോളൂ, സംഗതികൾ കേൾക്കട്ടെ. ഗോവിന്ദൻകുട്ടി മേനോൻ: നിരീശ്വര മതം എന്താണെന്ന് ബ്രാഡ്ല ചെയ്തിട്ടുള്ള വിവരണത്തിൻ്റെ സാരം ഞാൻ മലയാളത്തിൽ പറയാം. നിരീശ്വര മതക്കാരൻ പറയുന്നത്: ഞാൻ ദൈവം ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ദൈവം ഇല്ലെന്ന് പറയണമെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവം എന്ന സാധനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? തനിക്കൊന്നും അറിവില്ലാത്ത ഒരു സാധനത്തെപ്പറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ എങ്ങനെ ഒരുവൻ പറയും? പിന്നെ ഈ കാണുന്ന ചരാചരങ്ങളെയൊക്കെ വെവ്വേറെ സൃഷ്ടി ചെയ്തു രക്ഷിച്ചും സംഹരിച്ചും കൊണ്ട് ഒരു പ്രത്യേക സൃഷ്ടാവ് മനുഷ്യൻ്റെ മാതിരിയിലോ മറ്റോ ഒരു ദിക്കിലെങ്ങാനും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നതായാൽ അത് കേവലം ഇല്ലാത്തതാണ്, ശുദ്ധ ഭോഷ്കാണ് എന്ന് ഞാൻ പറയും, സംശയമില്ല. ഇങ്ങനെയല്ലാതെ മനസ്സിലാവാത്ത വിധമുള്ള വാക്കുകളെ കൊണ്ട് ദൈവമുണ്ടെന്ന് പറയുന്നതായാൽ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അതിന് ഉത്തരം പറയാൻ പാടില്ലെന്നും പറയും. മനസ്സിലാവാത്ത ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. ഇങ്ങനെയാണ് നിരീശ്വര മതക്കാരുടെ സിദ്ധാന്തം. ഗോവിന്ദ പണിക്കർ: ഇത്ര വഷളായ ഒരു സിദ്ധാന്തം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതെല്ലാം വായിച്ചാൽ നിങ്ങളുടെ ബുദ്ധി എങ്ങനെ വഷളാവാതിരിക്കും? ലോകത്തിൽ എവിടെ നോക്കിയാലാണ് മഹത്തായ ദൈവശക്തി കാണാതിരിക്കുന്നത്? എത്ര സുഖത്തിലും വെടുപ്പിലും ഈ ലോകത്തെ ദൈവം വെച്ചിരിക്കുന്നു. ദൈവമില്ലാതെ ഈ സൂര്യനും ചന്ദ്രനും എങ്ങനെ ഉണ്ടായി? നമ്മൾ ഇങ്ങനെ സുഖമായി ആഹാര നിദ്രാദികളായ അവസ്ഥകളോടുകൂടി പ്രപഞ്ചത്തിൽ കഴിച്ചുകൂട്ടുന്നത് ആരുടെ ശക്തിയാണ്? ഓരോ കാലം വേണ്ട പോലെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി ലോകത്തിൽ ചെയ്തു കാണുന്നുണ്ടല്ലോ. ഇത് ആര് ചെയ്യുന്നു? കരുണാകരനായ ദൈവമല്ലേ? മഴ ആവശ്യമുള്ളപ്പോൾ ഉണ്ടാവുന്നില്ലേ? ഈ ചരാചരങ്ങളുടെ ദാഹത്തെ തീർക്കുന്നില്ലേ? സൂര്യൻ ദിവസം പ്രതി ഉദിക്കുന്നില്ലേ? സർവചരാചരങ്ങളെയും സുഖിപ്പിക്കുന്നില്ലേ? ചന്ദ്രൻ ക്രമം പോലെ ഉദിച്ച് ജഗത്തിനെ ആഹ്ലാദിപ്പിക്കുന്നില്ലേ? ഭൂമിയിൽ വഴി പോലെ ധാന്യങ്ങളും സസ്യാദികളും ഉണ്ടാവുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം സുഖങ്ങൾ കാലോചിതമായി നമ്മൾ അനുഭവിക്കുന്നു. ഇതെല്ലാം ദൈവശക്തി ഇല്ലാതെ എങ്ങനെ ഉണ്ടാവും? കഷ്ടം! ദൈവമില്ലെന്ന് ഭ്രാന്തന്മാർ പറയും. ഗോവിന്ദൻകുട്ടി മേനോൻ: ശരി, ജ്യേഷ്ഠൻ പറഞ്ഞതെല്ലാം ശരി. എന്നാൽ ജ്യേഷ്ഠൻ ഒരു ഭാഗമേ പറഞ്ഞുള്ളൂ. ഈ ജഗത്തിൽ എല്ലാ കാര്യങ്ങളും ജഗത്തിന് സുഖമായും ആഹ്ലാദകരമായും ആവശ്യമുള്ള വിധവും തന്നെയാണ് എല്ലായ്പ്പോഴും ഉണ്ടാവുന്നത് എന്ന് വന്നാൽ കരുണാകരനായ ഒരു ദൈവം ഉണ്ടെന്ന് സമ്മതിക്കാം. എന്നാൽ വാസ്തവത്തിൽ കാര്യം അങ്ങനെയല്ലല്ലോ കാണുന്നത്. എത്ര കഠിനമായ ആപത്തുകൾ ലോകത്തിൽ കാണുന്നു. ഒരിടത്തും ദൈവത്തിൻ്റെ ശക്തി പ്രത്യക്ഷത്തിൽ കാണുന്നതുമില്ല. ജലം കുടിപ്പാൻ കിട്ടാതെ ചരാചരങ്ങൾ വെന്ത് നശിച്ചു പോകുന്ന ദിക്കിൽ പലപ്പോഴും ഒരു തുള്ളി മഴ കിട്ടുന്നില്ല. മഴ ഉണ്ടാവുന്നതിൽ ദൈവികമായ ഒരു ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി ദൈവത്തിൽ വിശ്വാസമുള്ളവർ പറയുന്നത് പോലെ ജഗത്തിൽ കരുണാവത്തായുള്ളതാണെങ്കിലും എന്തുകൊണ്ട് കാലോചിതമായ മഴ ഉണ്ടാവുന്നില്ല? സൂര്യരശ്മിയുടെ കാഠിന്യത്താലും തൈക്ഷ്ണ്യത്താലും കത്തുന്ന മണലിൽ കുഴഞ്ഞു പല ജന്തുക്കളും വെന്ത് നശിച്ചു പോകുന്നു. കൊടും കാട്ടുതീയിൽപ്പെട്ട് ചിലപ്പോൾ സാധുക്കളായ മൃഗങ്ങൾ ആബാലവൃദ്ധം വെന്ത് പെടഞ്ഞ് കഠിന വേദന അനുഭവിച്ച് നശിക്കുന്നു. ദ്രവ്യാഗ്രഹികളായ കള്ളന്മാരുടെ കട്ടാരം കൊണ്ട് കുത്തുകൊണ്ട് അതിഭക്തന്മാരായ ഹിന്ദുവും ക്രിസ്ത്യാനിയും ബൗദ്ധനും ഒരുപോലെ വേദനപ്പെട്ട് നിലവിളിച്ച് വായ് പിളർക്കുന്നു.
കള്ളസാക്ഷി പറഞ്ഞ് നിർദോഷിയായവനെ തൂക്കിക്കൊല്ലിക്കുന്നു. കടൽ അതിക്രമിച്ച് രാജ്യങ്ങൾ മുക്കി തദ്ദേശവാസികളെ ആബാലവൃദ്ധം വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. കപ്പൽ മുങ്ങി ജനങ്ങൾ ചാവുന്നു. ശേഷിച്ചവർ വെള്ളം കുടിക്കാൻ കിട്ടാതെ അന്തർദാഹം പിടിച്ച് ഒരുത്തൻ മറ്റൊരുത്തൻ്റെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം കുടിക്കുന്നു. വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ വന്ന് തൻ്റെ സ്നേഹിതനെ കൊന്ന് പച്ച മാംസം തിന്നുന്നു. ഇടുത്തി വീണ് നിർദോഷികളായ ചെറു കുട്ടികൾ നശിക്കുന്നു. നിരപരാധിയായ ഒരുവനെ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പാമ്പ് വന്ന് കടിച്ചു കൊല്ലുന്നു. ജാത്യ അന്ധനായുള്ളവൻ വിശപ്പു സഹിക്കാൻ പാടില്ലാതെ ഒരിറക്ക് കഞ്ഞിക്ക് വേണ്ടി തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ വീണ് കഴുത്തും കാലും ഒടിഞ്ഞ് പ്രാണവേദനയെ അനുഭവിച്ച് മരിക്കുന്നു. പകരുന്ന വ്യാധികളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും നിമിത്തം അസംഖ്യം ജനം ആബാലവൃദ്ധം ക്ഷണത്തിൽ കഠിന പ്രാണവേദനയോടെ ഈശ്വരാ ദൈവമേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഇരിക്കുന്ന മധ്യേ പ്രാണവേദന സഹിച്ചും കൊണ്ട് ഒരു നിവൃത്തിയും കിട്ടാതെ മരിക്കുന്നു. ഇവിടെയെല്ലാം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണാവത്തായ ശക്തി തൻ്റെ സൃഷ്ടികളെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല? പിന്നെ വല്ല സമയങ്ങളിലും ഈ വക ആപത്തുകളിൽ നിന്ന് നിവൃത്തികൾ സാധാരണ അറിയപ്പെടുന്ന കാരണങ്ങളാൽ കിട്ടുമ്പോൾ അത് ദൈവകൃപയാലാണെന്നും മറ്റും പറയുന്നു. ഇതിനെ ആര് വിശ്വസിക്കും? എന്നാൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സങ്കടങ്ങളെ ദൈവികമായ ശക്തി കൊണ്ട് നിവർത്തിച്ച് കാണുന്നില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ഹിന്ദുക്കളും വേറെ മതക്കാരും പറയുന്ന കാരണങ്ങൾ എത്രയും നിസ്സാരമാണ്. ഒന്നാമത്, ഓരോ ആൾക്ക് വരുന്ന ദുഃഖങ്ങൾ കഴിഞ്ഞ ഒരു ജന്മം അയാൾ ചെയ്ത പാപത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്ന് ഹിന്ദുമതത്തിൽ പറയുന്നു. ഒരു തെറ്റിന് ചെയ്യുന്ന ശിക്ഷ തെറ്റുകാരനെ തൻ്റെ തെറ്റിൻ്റെ ശിക്ഷയാണെന്ന് അറിയിച്ചിട്ട് ചെയ്യുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. അതുവിട്ട് ഇന്ന സംഗതിക്കാണ് താൻ കഷ്ടം അനുഭവിക്കുന്നത് എന്ന് അറിയിപ്പിക്കാതെ ഒരു കഷ്ടം അനുഭവിപ്പിക്കുന്നതിൽ എന്താണ് ഫലം? ശിക്ഷ പാപനിവാരണത്തിന് വേണ്ടിയാണെങ്കിൽ പാപിയെ അറിയിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതല്ലേ? ഇതിനെപ്പറ്റി വലിയ ഒരു ശാസ്ത്രജ്ഞൻ ഈയിടെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയതിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരം ആ പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഞാൻ പറയാം. നേർതർജ്ജമയായി പറഞ്ഞാൽ ജ്യേഷ്ഠന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടും. സാരം പറയാം. ഈ മഹാവിദ്വാൻ പറയുന്നു, തൻ്റെ സമസൃഷ്ടികൾക്ക് നാശമോ ഉപദ്രവമോ അസഹ്യതയോ വരുത്തിയ ഒരു കുറ്റക്കാരൻ്റെ സ്വാഭാവികമായ ദുഷ്ടബുദ്ധിയെ കളഞ്ഞ് അവനെ സന്മാർഗിയാക്കി തൻ്റെ സമസൃഷ്ടികളുമായി സമാധാനമായും സുഖമായും ഇരുത്താൻ വേണ്ടി വേറെ യാതൊരു പ്രകാരത്തിലും കഴിവില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യർ ഉണ്ടാക്കിയ ശാസ്ത്രപ്രകാരം കുറ്റക്കാരനെ ദണ്ഡിപ്പിക്കുന്നതും ശിക്ഷയിൽ പെടുത്തുന്നതും ബന്ധോവസ്ഥയിൽ വെച്ച് സന്മാർഗോപദേശങ്ങളെ ചെയ്യുന്നതും. എന്നാൽ ദൈവം തന്നെ തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ ദണ്ഡിപ്പിക്കുന്നതിന് എന്തൊരു സംഗതി ഉണ്ടെന്നാണ് നാം പറയേണ്ടത്? ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള വാദത്തെ മുഴുവനും തള്ളി ഉണ്ടെന്നു തന്നെ തീർച്ചയാക്കുക. ദുഃഖങ്ങളുടെ ഉത്ഭവത്തെ പറ്റിയുള്ള സർവ്വ സിദ്ധാന്തങ്ങളെയും തൽക്കാലം ഇല്ലെന്ന് വിചാരിക്കുക. സർവശക്തിയുള്ള ഒരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള സിദ്ധാന്തത്തെ പറ്റിയും തൽക്കാലം തർക്കിക്കാതിരിക്കുക. എന്നിട്ട് ദൈവത്തെ ഈ ജഗത്തിനെ മുഴുവൻ ഭരിക്കുന്ന വിശ്വംഭരൻ എന്ന സ്ഥിതിയിൽ മാത്രം ഓർക്കുക. ഈ നിലയിൽ ഈ വിശ്വംഭരന് താൻ തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ ദണ്ഡിപ്പിക്കുന്നതിനെ നീതീകരിപ്പാൻ എന്ത് കാരണങ്ങളെയാണ് കാണിപ്പാൻ കഴിയുന്നത്? തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈ സാധുക്കളായ തൻ്റെ സൃഷ്ടികളെ ശിക്ഷിക്കുന്നതോ? അതല്ല കുറ്റം ചെയ്തവരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ ദണ്ഡിപ്പിക്കുന്നതോ? ഇതിൽ രണ്ടിൽ ഏതു സംഗതിക്കായാലും ഈ ദണ്ഡനം കൂടാതെ കാര്യം സാധിപ്പാൻ ആ ദൈവത്തിന് കഴിയുന്നതല്ലേ? ഒരു മനുഷ്യനെ വേദനയോ സങ്കടമോ അനുഭവിപ്പിക്കുന്ന പ്രവൃത്തി നമ്മൾ മനുഷ്യർക്കു തന്നെ വ്യസനകരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് നിവൃത്തിയില്ലാത്ത ഒരു ദോഷകർമ്മം തന്നെയാണെന്നാകുന്നു നാം മനുഷ്യരു തന്നെ അഭിപ്രായപ്പെടുന്നത്. പഠിപ്പുള്ള മനുഷ്യര് ഇല്ലാത്തവരെ പഠിപ്പിച്ചിട്ടും മനുഷ്യവർഗങ്ങൾ അന്യോന്യം സ്നേഹിച്ചും ഐക്യമായി ഇരിക്കേണ്ടതിനുള്ള വഴികൾ എടുത്തും പല സന്മാർഗോപദേശങ്ങൾ ചെയ്തും വരുന്നു. ഈ ഉപദേശങ്ങൾ കൊണ്ട് ഗുണപ്പെടാതെ ചിലർ പിന്നെയും ദുർവൃത്തിയിൽ ചാടുന്നു. അവരെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെ ദണ്ഡനം ചെയ്യുന്നത് മനുഷ്യരിൽ തന്നെ ഒരു ദുര്യശസ്സിന് ഹേതുവാണെങ്കിൽ ദൈവത്തിങ്കൽ അത് എത്ര അധികം ദുര്യശസ്സിന് കാരണമായി തീരുന്നു. നമ്മളുടെ രാജ്യം ഭരിക്കുന്ന മനുഷ്യരാജാക്കന്മാർക്ക് കുറ്റക്കാരുടെ ദുർബുദ്ധിയെ നീക്കം ചെയ്ത് ഗുണബുദ്ധി കൊടുപ്പാൻ ഒരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശക്തിയെ ഉപയോഗിച്ച് ദുർമര്യാദയും ദുഷ്പ്രവൃത്തിയും മനുഷ്യരിൽ ഇല്ലാതെയാക്കി കളയുന്നതല്ലാതെ പിന്നെയും കുറ്റം ചെയ്യുന്നത് വിരോധിക്കാതെ നോക്കിക്കൊണ്ട് നിന്ന് ചെയ്ത ഉടനെ കുറ്റക്കാരെ പിടിച്ച് ഹിംസിച്ച് ദണ്ഡിപ്പിക്കുവാനായി കാത്തിരിക്കുമോ? ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് ഭവിഷ്യദ്വർത്തമാനങ്ങളെയോ പ്രവൃത്തികളെയോ അറിവാനുള്ള ശക്തിയില്ല. കരുണാകരൻ എന്ന് പറയപ്പെടുന്ന ആ ദൈവത്തിനോ നിങ്ങൾ പറയും പ്രകാരം നിശ്ചയമായി ഈ ശക്തി ഉണ്ടാവാതെ ഇരിപ്പാൻ പാടില്ല താനും. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന സകല വാസനകളും ദൈവത്തിൽ നിന്ന് ആദ്യത്തിൽ ഉത്ഭവിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം പോലെ ഇല്ലാതാക്കുവാനോ കുറയ്ക്കാനോ അധികരിപ്പാനോ കഴിയുന്നവ. കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പാപകർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഉത്സാഹങ്ങളെയോ വാസനയെയോ നിർത്താതെ അത് ചെയ്യിപ്പിച്ച ശേഷം അവനെ കഠിനമായി ശിക്ഷിച്ച് വേദനപ്പെടുത്തി നശിപ്പിക്കുന്നത് എന്തിന്? ഇത് മഹാകഷ്ടമല്ലേ? ദൈവം ഇത്ര ബുദ്ധിഹീനതയായും ക്രൂരമായും ചെയ്യുമോ? ഇപ്പോൾ ക്രിസ്ത്യാനി വേദപുസ്തകത്തിൽ പറയും പ്രകാരം ദൈവം ചെയ്ത ശിക്ഷകളെ തന്നെ നാം നോക്കുന്നതായാൽ ദൈവം എത്ര കഠോരമായും നിർദ്ദയമായും അതിക്രൂരമായും മനുഷ്യനെ ശിക്ഷിച്ചതായി കാണുന്നു. തെറ്റുകാരൻ പിന്നെ എന്തു തന്നെ ഗുണകർമ്മം ചെയ്താലും പശ്ചാത്താപപ്പെട്ടാലും ദൈവം ഒരു വിധത്തിലും ദയ കാണിക്കാത്ത മാതിരിയിലാണ് ക്രിസ്ത്യാനി വേദത്തിൽ തന്നെ കാണുന്നത്. ആദാം ഒരു കുറ്റം ഒരു പ്രാവശ്യം ചെയ്തുപോയി. അതിന് അയാളെയും അയാളുടെ സർവ്വസന്താനങ്ങളെയും പരമ്പരയായി എന്നെന്നും നരകകൂപത്തിൽ നിന്ന് ഒരിക്കലും കയറാൻ പാടില്ലാത്ത വിധം ഇട്ടുകളഞ്ഞു. ആദാം തെറ്റു ചെയ്തതിന് അവൻ്റെ സന്താനങ്ങൾ കൂടി എന്തിന് ഈ മഹാപാപം അനുഭവിക്കുന്നു? ദൈവം ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ കരുണയും നീതിയും? ഇങ്ങനെയാണ് ഈ മഹായുക്തിമാനായ ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഗോവിന്ദപ്പണിക്കർ: ആദാം എന്നൊരാൾ ഉണ്ടായി എന്ന് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ ഒന്നും പറയുന്നില്ല. ഞാൻ ഇത് വിശ്വസിക്കയില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ: ആദാമിനെ വിശ്വസിക്കേണ്ട. നമ്മളുടെ പുരാണങ്ങളിൽ ഈ ആദാമിന് ഉണ്ടായതായി പറയപ്പെടുന്ന മാതിരി ശാപങ്ങളും ദൈവകോപം കൊണ്ടുവന്ന പലമാതിരി ദുഃഖങ്ങളും ക്രിസ്ത്യാനി വേദത്തിൽ കാണുന്നതിനേക്കാൾ വളരെയധികം കാണാം. നമ്മളുടെ പുരാണങ്ങളിൽ ദൈവകോപം കൊണ്ട് മാത്രമല്ല, ദൈവഭക്തന്മാരായ മഹർഷിമാരുടെ കോപം കൊണ്ട്, ദേവന്മാരുടെ കോപം കൊണ്ട്, ബ്രാഹ്മണ കോപം കൊണ്ട് എന്ന് വേണ്ട പതിവ്രതമാരായ സ്ത്രീകളുടെ കോപം കൊണ്ടുകൂടി ദേവകളും മനുഷ്യരും മൃഗങ്ങളും പലപ്പോഴും കുഴങ്ങി ബുദ്ധിമുട്ടി അനേക ജന്മങ്ങളെടുത്ത് പലമാതിരി സങ്കടങ്ങളും സന്താപങ്ങളും അനുഭവിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇത്രയധികം വിഡ്ഢിത്തങ്ങളും ഭോഷത്വങ്ങളും ക്രിസ്ത്യാനി വേദപുസ്തകത്തിൽ കാണുകയില്ല. ഗോവിന്ദപ്പണിക്കർ: അങ്ങനെ പറയരുത്. നമ്മളുടെ പുരാണങ്ങൾ ഗോവിന്ദൻകുട്ടി എന്തു കണ്ടു? വിഡ്ഢിത്തം ഭോഷത്വം എന്ന് എത്രയോ പ്രാചീനമായ നമ്മളുടെ പുരാണങ്ങളെക്കുറിച്ച് ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിട്ട് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതിരിക്കട്ടെ, അപ്പോൾ ദൈവമില്ലെങ്കിൽ മനുഷ്യൻ താനേ ഉണ്ടായി എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്? ഗോവിന്ദൻകുട്ടി മേനോൻ: മനുഷ്യരെന്ന് വേണ്ട, ഈ കാണുന്ന സകല ചരാചരങ്ങളും പലവിധ കാരണങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും താനേ ഉത്ഭവിച്ചു നിറയുന്നതാണെന്നാകുന്നു ഞാൻ പറയുന്നത്. ഗോവിന്ദപ്പണിക്കർ: അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാലോ അവൻ്റെ ജീവൻ എങ്ങോട്ട് പോകുന്നു? ഗോവിന്ദൻകുട്ടി മേനോൻ: എങ്ങോട്ടും പോകുന്നില്ല, അതില്ലാതാവുന്നു. ഒരു കത്തുന്ന തിരി കെടുത്തിയാൽ അഗ്നി എവിടേക്ക് പോകുന്നു? എവിടേക്കും പോകുന്നില്ല, അത് ഇല്ലാതെ പോകുന്നു. അതുപോലെ ജീവനും.